ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഇതാ നിന്റെ മുമ്പേ ഞാൻ നിന്റെ ദൂതനെ അയക്കുന്നു. അവൻ നിന്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന് യെശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെയും ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദ മുഴുവനിലും ജെറുസലേമിലും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, ജോർദാനിൽ വച്ച് സ്നാനം സ്വീകരിച്ചു. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമാണോ? ഹാപ്പിയാണോ? എൻ്റെ ചെല്ലകളെല്ലാം സന്തോഷമായിരിക്കണോ? എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. എൻ്റെ സ്വരം കേൾക്കണം എല്ലാ മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ട്. ആദ്യം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കളെ, എനിക്ക് ഈ അമ്മയ്ക്ക് മാപ്പ് തരും. മാപ്പ് ചോദിക്കണം എന്തിനു പറയട്ടെ. ഇന്നലെ അമ്മ പറഞ്ഞു 3 മണിയാകുമ്പോൾ കമ്മിറ്റിക്ക് പോകും, അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണാനെല്ലാം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. ഭർത്താവ് പിശാചിൻ്റെ രൂപത്തിൽ വന്ന് തടഞ്ഞു. പോണ്ട, നീ കമ്മിറ്റിക്കൊന്നുമില്ല, കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ പൊയ്യാലും കുഴപ്പമില്ല. കമ്മിറ്റിക്ക് പോകുമ്പോൾ കമ്മിറ്റിയിലുള്ളവർ പറയും, കമ്മിറ്റിയിലുള്ളവൾ ഇല്ലാത്തവൾ എന്തിനു വന്നതെന്ന് കേട്ട് അവിടെ പ്രശ്നം അച്ഛൻ്റെ നേരെ കൈ ചൂണ്ടും. അപ്പം എന്തിന് നീ അങ്ങനെ ഒരു വഴക്ക് വൈദ്യന് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഇതൊക്കെ ചോദ്യങ്ങൾ വീട്ടിൽ ഉയർന്നു. അത് ശരിയാണ് മക്കളെ. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോയേ ഇല്ല. അപ്പോൾ അമ്മ ഇനി എന്ത് ചെയ്യും? ശക്തമായിട്ട് എല്ലാത്തിനും പോരിന് നിൽക്കും. അമ്മയ്ക്ക് വിശ്വാസമുണ്ട് മക്കളെ. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ എല്ലാ സ്ഥാനങ്ങളിലും കയറും. എനിക്ക് ശക്തനായവനാണ് എൻ്റെ കൂടെ ഉള്ളത് മക്കളെ, തേര് തെളിക്കാൻ. എനിക്ക് എൻ്റെ സ്നേഹബഹുമാനമുള്ള സെൽവരാജ് പിതാവും വിൽസൺ സാമുൽ പിതാവും എൻ്റെ പിതാവ് തന്നെ വരും. എൻ്റെ കൈപിടിച്ച് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരും, എല്ലാ ജനങ്ങളെ മുമ്പിൽ കൊണ്ടുവരും. ഇത്രയും അനുഗ്രഹമുള്ള അമ്മയെ ഇങ്ങനെ ഇരുത്തിയിരിക്കുമോ മൂടി? ഇല്ല. ഒളിപ്പിച്ചിരുത്തിയിരിക്കുമോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെടുത്ത് പിതാവ് തന്നെ ഇറങ്ങി വരും. ദൈവം അത്രയും ശക്തമായ ദൈവമാണ് അമ്മയുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് പിതാവ് തന്നെ ഇറങ്ങി വന്ന് എല്ലായിടത്തും എല്ലാ പ്രോഗ്രാമുകളിലൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും തരാൻ കണക്കിന് എൻ്റെ പിതാവ് തന്നെ നിങ്ങളടുത്ത് കൊണ്ടുവരാം. അപ്പം നിങ്ങൾ എന്തിനേണം? അമ്മയെ നിങ്ങൾ എന്തിനേണം? അമ്മ സ്നേഹിക്കുമ്പോൾ അമ്മയെ നിങ്ങൾ സ്നേഹിക്കണം. അമ്മയ്ക്കെല്ലാം കൈ തരുമ്പോൾ ഒരു 6 മാസത്തിനകത്ത് നിങ്ങൾ നോക്കി എൻ്റെ ചെല്ല മക്കളുകൾ സ്നേഹിക്കും പോലെ എൻ്റെ പിതാവും കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഈ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടാൻ കണക്കിന് എൻ്റെ പിതാവ് തന്നെ ഇറക്കിക്കൊണ്ട് വരിക തന്നെ. അത്രയ്ക്ക് അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. എന്നുവെച്ചാൽ അമ്മ വചനത്തിലാണ് വിശ്വസിക്കുന്നത്, അമ്മ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അമ്മയ്ക്ക് അന്നേരം തന്നെ അമ്മ കണ്ടു ഈ ത്രേസ്യാപുരം പള്ളിയിൽ നമ്മളെ ഈ പള്ളിയിൽ ഈ ഗസമൻ തോട്ടത്തിൽ അമ്മ കണ്ടു മക്കളെ അത്ഭുതം. അമ്മ പറഞ്ഞിരുന്നു, അച്ഛന് പ്രാവിൻ്റെ രൂപത്തിലൊക്കെ വരും സ്നാനം. കുഞ്ഞായിരിക്കുമ്പോഴാണ് കിട്ടേണ്ടത്. കുഞ്ഞിലെ ഈശോയെ അങ്ങ് ദൈവത്തിന് ദേവാലയത്തിൽ സമർപ്പിച്ചതാണ് ഈശോയെ. അപ്പോൾ പിന്നെ 20ാമത്തെ വയസ്സിൽ യേശു തന്നെ ഇഷ്ടത്തിന് പോയി സ്നാനം സ്വീകരിക്കുകയാണെന്നാണ്. സ്നാനം സ്വീകരിക്കുകയാണ്. അപ്പോൾ ആ സ്നാനം സ്വീകരിക്കുമ്പോൾ തന്നെ ഒത്തിരി സ്വർഗങ്ങളെല്ലാം തുറന്നു മക്കളെ. അമ്മ കണ്ട കാഴ്ചയാണ് ഈ ത്രേസ്യാപുരത്തിൽ. കള്ളത്തിൻ്റെ കാഴ്ചയല്ല മക്കളെ, സത്യത്തിൻ്റെ കാഴ്ച. ലൈറ്റെല്ലാം പോയിട്ട് ലൈറ്റെല്ലാം വന്നു മക്കളെ. അപ്പോൾ ലൈറ്റ് അപ്പോഴപ്പോഴാണ് വെട്ടി ഇങ്ങനെ വരണം. അപ്പോൾ അത് പ്രകാശത്തിൻ്റെ രൂപത്തിൽ ദൈവം ആ വൈദികനെ അനുഗ്രഹിക്കുകയായിരുന്നു. പിന്നെ മാലാഖയായിട്ട് സ്വർഗത്തിൽ നിന്ന് സ്വർഗം തുറക്കപ്പെട്ടു മക്കളെ. സത്യമായിട്ട് അമ്മ കണ്ടു. എന്നുവെച്ചാൽ മാലാഖമാർ അല്ലെങ്കിൽ ഒരു മാലാഖയേ ഉള്ളൂ നമ്മളെ ത്രേസ്യാപുരത്ത്. ഇന്നലെ 2 മാലാഖമാർ കൂടുതൽ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം പറഞ്ഞു വിട്ടതാണ് മക്കളെ, നീ ഇന്നടുത്ത് പോകുന്നു. ദൈവത്തിൻ്റെ നിശ്ചയമാണ് മക്കളെ ആ മാലാഖമാർക്ക് നമ്മളെ പള്ളിയിൽ വരാനുള്ളത്. അത്രയ്ക്ക് 2 നല്ല മാലാഖമാർ പ്രാവിനെ പോലത്തെ രൂപത്തിലാണ് അവരിറങ്ങി വന്നത്. അമ്മയ്ക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അത് എന്തിനു വന്നേന്നിട്ട് ആ മാലാഖമാർ എന്തിനു വന്നിട്ട്? പിള്ളേർക്ക് ക്ലാസ് കൊടുക്കാൻ കരുതിയായിട്ട് കൂടെ വന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. ആ സ്വർഗത്തിൻ്റെ രൂപവും എല്ലാ അന്തരീക്ഷവും ആ അന്നത്തെ ദിവസത്തിൽ ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇനി നല്ല മീറ്റിങ്ങിനൊന്നും പോയില്ല എന്ന് പറഞ്ഞിട്ട് നിൻ്റെ മക്കൾ പറഞ്ഞില്ലെന്ന് സങ്കടം വേണ്ട. അത് പിതാവ് പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുക തന്നെ ചെയ്യും. പിതാവ് പറയുന്ന കാര്യങ്ങൾ ദൈവം, ആ പിതാവ് പറയുന്ന കാര്യം പുത്രനിൽ കൂടി ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുക തന്നെ ചെയ്യും. അമ്മ പോയാലും പോയില്ലെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അമ്മയും പിതാവ് ഓരോ സ്ഥാനത്ത് പിടിച്ചോണ്ടിരുത്തും. അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണത്. ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് വചനത്തിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവളാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. അമ്മയും ആ ഒരു സ്ഥാനത്ത് ഒരുപാട് താമസമൊന്നും ആവാതെ അമ്മയും പിടിച്ചുകൊണ്ട് ഒരു സ്ഥാനത്തെടുത്ത്. അമ്മയ്ക്ക് അതൊന്നും കഴിവില്ലാന്ന് ഇരിക്കേണ്ടേ. അമ്മയ്ക്ക് എല്ലാത്തിനും കഴിവ് അപ്പോഴേ ദൈവം തരും. എല്ലാ കഴിവും അമ്മയ്ക്ക് തരും. അമ്മ എല്ലാത്തിനും ശക്തമായിട്ട് അമ്മയും ഇറങ്ങും. അപ്പോൾ അമ്മയെ ആരും തടയില്ല. ഇവർ തന്നെ വിളിച്ചുകൊണ്ടിരുത്തും മക്കളെ. എൻ്റെ ചെല്ല മക്കളെല്ലാം എന്നെ സ്നേഹിക്കണ കാണുമ്പോൾ
ഇവർ തന്നെ എന്നെ പിടിച്ചുകൊണ്ടിരുത്തി. എൻ്റെ ചെല്ല മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ്. മക്കളില്ലാതെ ചിലവർ ഒരുപാട് പ്രായം തെറ്റിയൊക്കെ ഇരിക്കുന്നവരും കാണും. അവരൊന്നും സങ്കടപ്പെടേണ്ട. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് മക്കൾ തരണതും തരാത്തതും ഒക്കെ. നമുക്ക് ദൈവം അതിനുള്ള സത്യസന്ധമായിട്ട് ആരെയും കൊണ്ട് വഴിയൊരുക്കും. ദൈവമാണ് ഓരോ വ്യക്തി കൂടി ദൈവം ഇറങ്ങി വരും. ഓരോ മനുഷ്യരിൽ കൂടി ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ചിലവർ നമ്മൾ ആര് സഹായിക്കാനും ഓരോ ഒരു ദൈവത്തിനെ പോലെ വന്ന് സഹായിക്കുന്ന മനുഷ്യരുണ്ട് മക്കളെ. അപ്പോൾ മനുഷ്യരിൽ കൂടിയാണ് ദൈവം ഓരോരോ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ ഇതിൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന മക്കളൊന്നും സങ്കടപ്പെടേണ്ട. ദൈവം തരണയാണ്. മക്കളുള്ളവർ എത്രയോ പേര് നോക്കാതെ കിടന്ന് കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മക്കളില്ല എന്ന് പറഞ്ഞിട്ട് ആരും സങ്കടപ്പെടാതെ ഇരിക്കുക. നിങ്ങൾ സങ്കടപ്പെടേണ്ട. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് മക്കളെ. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കും കാലം എന്തിനാണ് ഉഷാറോടി സന്തോഷത്തോടി തുള്ളിച്ചാടി നമ്മൾ നടക്കുക. ആരെന്തരോ പറഞ്ഞുകൊണ്ട് പോട്ടെ മക്കളെ, അതിനൊന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ പിശാചുക്കളാണ്. പിശാചുക്കൾക്ക് അസൂയയാണ്. നമ്മൾ ജീവിക്കുന്ന കാണുമ്പോൾ അവർ എങ്ങനെ ജീവിക്കണു, ഇവർക്ക് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുത്തി നോവിക്കണം. അതുകൊണ്ട് പിശാചുക്കൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെവി കൊടുക്കാതെ നിങ്ങൾ സന്തോഷത്തോടെ എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷത്തോടെ ജീവിക്കുക. നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ ദൈവം ആരായിട്ടെങ്കിലും കൊണ്ട് കൂട്ടുക തന്നെ ചെയ്യും. അത്രയ്ക്ക് സ്നേഹമുള്ളത് ആരാണ്? നമ്മളെ ദൈവമേ നമുക്കുള്ളൂ, വേറെ ആരും നമുക്കില്ല. ചിലപ്പോൾ നമ്മൾ സഹായിക്കുന്നവരല്ല നമ്മളെ സഹായിക്കണേ, വേറൊരു വ്യക്തി കൂടെ ദൈവം കൊണ്ടുവന്ന ആ പ്രവർത്തനം നമുക്ക് സഹായമായിട്ട് വരും. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളൊന്നും സങ്കടപ്പെടേണ്ട. മക്കളില്ലാതിരിക്കുന്നവരൊന്നും സങ്കടപ്പെടേ വേണ്ട. ദൈവം അവർക്ക് വലിയൊരു ശക്തനായിട്ട് കൂടെ ഉണ്ടാവും, എപ്പോഴും തുണയായി ഉണ്ടാവും. ഒരു സങ്കടവും നിങ്ങൾക്ക് വേണ്ട. എൻ്റെ ചെല്ല മക്കളെല്ലാം രോഗത്താലിരിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ അനുഗ്രഹം കിട്ടട്ടെ. അമ്മ ശക്തമായിട്ട് ഉത്തരം നൽകുന്ന അമ്മയാണ് മക്കളെ. അമ്മ പ്രാർത്ഥിച്ചാൽ അതുപോലെ നടക്കും മക്കളെ. സത്യമായിട്ട് അമ്മ ഒരു കള്ളമല്ല പറയണേ. എൻ്റെ ചെല്ല മക്കളെല്ലാം കരുണയുടെ സഹായം എനിക്ക് തരണം. എത്രയും പെട്ടെന്ന് അപ്പം നിങ്ങളെ അടുത്ത് പിതാവ് കൊണ്ടുവരാൻ തന്നെ ചെയ്യും. ശക്തനായ പിതാവ്. ഈ പിതാവിൻ്റെ പേരൊക്കെ അമ്മ അടുത്ത് പറയുമ്പോൾ അമ്മയെ കൊണ്ട് ജയിലിലൊക്കെ ഇടേണ്ടി. അപ്പം അത് എൻ്റെ പിതാവ് ഒരിക്കലും എന്നെ അങ്ങനെ ചെയ്യില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് ഇവിടുത്തെ ആളുകളെ പേര് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഒത്തിരി പീഡനങ്ങളാണ് അമ്മയ്ക്ക് കിട്ടിയത്. ചെല്ല മക്കളുകൾ. അതുകൊണ്ട് അത് നിങ്ങൾ ഇപ്പം പിതാവിന് ഞായറാഴ്ച അതിലൊക്കെ നിങ്ങൾ സഹായിക്കുക. നിങ്ങളെ മനസ്സറിഞ്ഞ് നിങ്ങൾ സഹായിക്കുക. ആ സഹായം തന്നെ അമ്മയിൽ കൂടി അമ്മ ചോദിക്കുന്നത്. എൻ്റെ ചെല്ല മക്കളെല്ലാം കരുണയുടെ സഹായം എല്ലാവരും മാസത്തിലൊരിക്കുക പിതാവിന് കൊടുത്തതിന് ശേഷം മാസത്തിലൊരിക്കുക നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കഴിയണത് നിങ്ങളെല്ലാം തരണമെന്ന് അമ്മ പറയുന്നില്ല. നിങ്ങൾ കഴിയണമല്ല എൻ്റെ ചെല്ല മക്കളുകൾ ഇതിൽ സഹായിക്കണം. സഹായിച്ചാലേ എനിക്ക് നേരെ വിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ വരാൻ പറ്റുള്ളൂ. പിതാവ് കൊണ്ട് വരണമെങ്കിൽ പിതാവിന് സ്വയം പിതാവിന് എല്ലാവരും ഒന്നുപോലെയാണ്. അപ്പോൾ ഇങ്ങനെ ഇവള് പറയണ സത്യമാണോ? ഇതെല്ലാം പിതാവ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയിൽ നടക്കണതെല്ലാം സത്യമാണോ? ഇതൊക്കെ വിളിച്ച് പറയണതെല്ലാം സത്യമാണ് മക്കളെ. ഈ പള്ളിയിൽ ഇന്നലെ നടന്നതെല്ലാം സത്യമാണ്. ഞായറാഴ്ച നടന്നതെല്ലാം അമ്മ പറയണതൊന്നും കള്ളമല്ല, എല്ലാം സത്യമാണ്. അപ്പോൾ ഇതെല്ലാം പിതാവ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളെ കൊണ്ട് വെളിയിൽ കൊണ്ട് വരുമ്പോൾ ഇവള് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണം. അപ്പോൾ അത് ഇതും വരുമ്പോൾ നിങ്ങളടുത്ത് പിതാവ് കൊണ്ടുവരാൻ തന്നെ ചെയ്യും മക്കളെ. അമ്മ ഓരോ ദിവസമൊന്നും ഇങ്ങനെ ദൈവം മറച്ച് വെക്കുകയില്ല. എൻ്റെ ചെല്ല മക്കളുടെ അടുത്തെല്ലാം കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങളെല്ലാം എന്നെ കരുണയുടെ സഹായം തന്ന് സഹായിക്കണം. എൻ്റെ ചെല്ല മക്കൾക്കൊന്നും ഒരു കുറവ് ഒന്നും വരില്ല. ദൈവത്തിന് ഒരു ശലം ഒന്നും നിങ്ങൾ ചിലാക്കിയെന്ന് പറഞ്ഞിട്ട് ഒന്നും നിങ്ങൾക്ക് ഒരു കുറവും വരില്ല, നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യും. പാവങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഇതിൽ പിതാവ് പാവപ്പെട്ടവൻ്റെ ദൈവമാണ്. അമ്മയും ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ഭാഗമായാലും അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ചെല്ലമക്കളെ നിങ്ങൾ സന്തോഷമായിരിക്കുക. കുടുംബജീവിതം അത് അമ്മയ്ക്ക് ഒരുപാട് പീഡനങ്ങളും ഇതൊക്കെ വരും. കൂടുതൽ പണമുള്ളവർക്കാണ് മക്കളെ ഈ പീഡനങ്ങൾ കൂടുതൽ വരിക. അപ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിക്കുക. ഈ പ്രലോഭനങ്ങളിൽ പോയി വീഴാതെ. പണമുള്ളവർക്കെന്ന് പറയുമ്പോൾ പണത്തിനെ എങ്ങനെ തട്ടിയെടുക്കാം നോക്കാനാണോ അവർ വരണത്? ഇല്ല. ഈ പണത്തിനെ എങ്ങനെ അടുത്ത വീട്ടിലുള്ളവരും അസൂയുള്ളവരൊക്കെ തട്ടിയെടുക്കാം, ഇതെങ്ങനെ നശിപ്പിക്കാം, ഇവരുടെ കുടുംബജീവിതം എങ്ങനെ തകർക്കാം, ഇതൊക്കെയാണ് ഓരോരുത്തർ പണമുള്ളവരത്തിലാണ് കൊടുക്കുക. പക്ഷെ പണം എല്ലാവരുടെ പോവോ? അവരെ നോക്കാനോ തിരിഞ്ഞു നോക്കാനോ ഒന്നും ആരും ഇത്ര വ്യഗ്രത കാണിക്കൂല മക്കളെ. എൻ്റെ ചെല്ല മക്കളുകളെല്ലാം. അതുകൊണ്ട് കുടുംബജീവിതത്തിനെ വിട്ട് നിങ്ങൾ കളിക്കാതെ നിങ്ങളെ മക്കളുകളെല്ലാം ചേർത്ത് പിടിച്ച്. അതാണ് അമ്മയും ആ കുടുംബജീവിതത്തിന് അമ്മ വിട്ട് കളിക്കാത്തത്. അമ്മയും ശക്തമായിട്ട്. അമ്മയുടെ ഭർത്താവ് ഒരു രോഗിയാണ്, ഒരു ഷുഗർ പേഷ്യൻ്റാണ്. 20 വർഷം കൊണ്ട് ഷുഗർ എന്തായാലും ഭർത്താവിൻ്റെ ഇത് കഴിഞ്ഞാൽ ആ എല്ലാത്തിനും ശക്തമായിട്ട് അമ്മ ഇതിൽ ഓരോ സ്ഥാനങ്ങളിൽ ഈ പള്ളിയിൽ തന്നെ അമ്മ കയറുകയും ചെയ്യും. എൻ്റെ ചെല്ല മക്കളുടെ അടുത്തെല്ലാം വരികയും ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ അടുത്ത് എല്ലാ പ്രവർത്തനവും നാടിന് മൊത്തം നിങ്ങൾക്ക് വേണ്ടി അമ്മ ജീവിക്കുകയും ചെയ്യും. അത് അമ്മ പ്രതിജ്ഞ എടുത്തതാണ്. എന്നുവെച്ചാൽ മരണം കൊണ്ട് ഇനി മാത്രമേ അമ്മയെ ഈ വചനത്തിൽ നിന്ന് പിരിച്ചെടുക്കും. അമ്മയെ കൊണ്ട്
ഈ ഇവിടുത്തെ ആളുകൾക്ക് പറ്റേ ഉള്ളൂ. അല്ലാതെ ഇനി അമ്മയെ മാറ്റിയെടുക്കാൻ പറ്റുമോ? മാറ്റിയെടുക്കാൻ പറ്റില്ല. അമ്മ യൂട്യൂബിൽ തുടങ്ങിയിട്ട് അമ്മയ്ക്ക് ഒരുപാട് പീഡനങ്ങളാണ് കിട്ടിയത്. അത് എന്തിനു ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രഘോഷിച്ചതിന് വേണ്ടിയാണ് അമ്മയ്ക്ക് പീഡനം. അമ്മ ആദ്യം നേരത്തെ വാ കൊണ്ടാണ് പറഞ്ഞത്. അപ്പോഴും അമ്മയ്ക്ക് ഇങ്ങനെ ഒത്തിരി പീഡനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അമ്മയ്ക്ക് ദൈവം യൂട്യൂബിൽ കൂടെ ഉള്ളത്. അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ചില മക്കളെ ദൈവം പഠിപ്പിച്ചായിരുന്നു. ശക്തനായും കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ച് തരും മക്കളെ. അത്രയ്ക്ക് അമ്മയ്ക്ക് വിശ്വാസമാണ്. എൻ്റെ ചെല്ല മക്കളുകൾ വചനത്തിനെ വിശ്വസിക്കുമ്പോൾ ദൈവം വചനമാണ് ദൈവം മക്കളെ. ദൈവമാണ് സ്നേഹം. ആ സ്നേഹത്തിനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കെല്ലാം ചിലവർ ഭർത്താക്കന്മാർ അടിക്കും പിടിക്കും എല്ലാം ഉള്ളത് തന്നെ മക്കളെ. അതൊക്കെ എറിഞ്ഞിട്ട് നമ്മൾ പോയാൽ നമ്മളെ കുടുംബജീവിതം തകരും മക്കളെ. അതൊക്കെ നമ്മൾ നിയന്ത്രിച്ച് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കുടുംബജീവിതം നമ്മൾ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചേ പറ്റൂ. നമ്മൾ മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളെന്തെങ്കിലും അനാഥരായിപ്പോവും. അനാഥ മന്ദിരത്തിലേക്ക് അവർ പോകേണ്ടി വരും. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കണ തന്നെ സന്തോഷം. എൻ്റെ ചെല്ല മക്കളേന്ന് ഒരു വിളിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു സന്തോഷമില്ല. അതുകൊണ്ട് അമ്മ സന്തോഷമായിരിക്കുകയാണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം. അമ്മ ഇന്ന് പള്ളിയിൽ പോയി ദൈവത്തെ സ്വീകരിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് അമ്മ ദൈവത്തിനെ ഹൃദയത്തിൽ ഏറ്റിയിട്ടാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് വിശ്വാസമുണ്ട് മക്കളെ. നിങ്ങളുടെ അടുത്ത് എനിക്ക് വന്നെത്തിപ്പെടാൻ പറ്റും. അമ്മ ശക്തമായിട്ട് വിശ്വസിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം ഞാൻ അനുഗ്രഹങ്ങൾ തരും. നേരിട്ട് തന്നെ കണ്ട് തരാനുള്ള അനുഗ്രഹം നേരിട്ട് തന്നെ തരും. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം ഇപ്പം നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുക. വചനത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങളെല്ലാം, നിങ്ങൾക്കുള്ള വിഷമങ്ങൾ, മരണത്തിൽ നിന്നുള്ള പിടികളെല്ലാം ദൈവമേ നിങ്ങൾക്ക് അതൊരിക്കലും ഒരു പരിഹാരമല്ല മക്കളെ. നമ്മളെ ഇട്ട ഒരു ദൈവം എടുക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്കത് ദൈവം എടുത്തോണ്ട് പോയാണ്. നമ്മൾ കൂടെ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേർപാടുകൾ നമുക്ക് സഹിക്കാൻ പറ്റൂല. എൻ്റെ ചെല്ല മക്കളെല്ലാം സഹിച്ച് അത് ദൈവത്തിന് ഇഷ്ടമാണ് ആ വ്യക്തിയെ കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് ദൈവം ഓരോ വ്യക്തികളെ കൊണ്ടുപോകണത്. നമ്മളല്ലാതെ പോകണം നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയില്ല. ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തികളെയാണ് ഏറ്റവും പെട്ടെന്ന് നമ്മളെ കൊണ്ടുപോകുക. അതുകൊണ്ട് അതിലൊന്നും നിങ്ങളൊന്നും സങ്കടപ്പെടാതെ, നിങ്ങൾ വേദനിക്കാതെ, നിങ്ങളെല്ലാം സന്തോഷമുള്ള മക്കളായിട്ട് നിങ്ങളെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ കുടുംബങ്ങളെ നീക്കി നിങ്ങളെ ജോലികളിലും നിങ്ങളെ പ്രവർത്തനങ്ങളിലും എല്ലാം എൻ്റെ ചെല്ല മക്കളെ എല്ലാം ശക്തമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. പള്ളിയിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അമ്മയ്ക്കും ശക്തമായിട്ട് ഇതിൽ പോയി എത്തണമെന്നുണ്ട്. എന്നെ പിതാവ് തന്നെ എന്നെ കൊണ്ടിരുത്തും. ശക്തനായ പിതാവ് ദൈവം തെളിക്കാനുള്ളപ്പോൾ അമ്മയ്ക്ക് പേടിയുണ്ടോ മക? ഇല്ല, അമ്മയ്ക്ക് ഒരു പേടിയില്ല. അതുകൊണ്ട് അമ്മ എല്ലാ പ്രവർത്തനത്തിലും അമ്മ ഇതിൽ പോയി എത്തും. എത്തണ്ട എന്ന് പറഞ്ഞാലും അത് ദൈവം കൊണ്ട് എത്തിക്കും. അതിനുള്ള എൻ്റെ ചെല്ല മക്കളെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എൻ്റെ ചെല്ല മക്കൾക്ക് എല്ലാ അനുഗ്രഹവും വരട്ടെ എന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ വയ്ക്കട്ടെ മക്കളെ.